സിനിമയിൽ ഹി ഈസ് ഡൺ വണ്ടർഫുൾ. ആക്ച്വലി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ബാസിയുടെ ഒരു ക്യാരക്ടർ വളരെ സട്ടിലായിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അല്ല ടുവേർഡ്സ് ദ എൻഡ്. സോ ഹി ഈസ് ഡൺ വണ്ടർഫുൾ. അത് മനുഷ്യന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ സ്റ്റോറിയാണ്. ഒരു ത്രില്ല്, എല്ലാം നല്ല ത്രില്ലായിട്ടുള്ള നല്ലൊരു പടമാണ്, നല്ല കണ്ടൻറ്റാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ലൊരു പ്ലോട്ടാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നോർമൽ ഒരു ജയിൽ ബ്രേക്കിംഗ് മൂവി അല്ല. മനുഷ്യന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ സ്റ്റോറിയാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചും മോശം പറയാനില്ല, ആരെ പേരെടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ വേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. വളരെ ആകാംക്ഷയോടെ ഇരുന്ന നല്ലൊരു സിനിമയാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റോറി, നല്ല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാവരും അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ല ഒരു ചിത്രം തന്നെയായിരുന്നു ആസാദി. നല്ല ചിത്രം, എൻഗേജ് ആണ്. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കഥയും കൂടെ ടെസ്റ്റാണ്. നമുക്ക് ഗൂസ് ബംസ് വരുന്നൊരു ടെസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എക്സ്ട്രീംലി നല്ല മേക്കിംഗ് ആണ്, ബ്രില്യൻ ഡയറക്ഷൻ, കാസ്റ്റ് സൂപ്പർ. ചില ഷോട്ട്സൊക്കെ അമേസിംഗ് ആണ്. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി വർത്ത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ മൂവി വാച്ച് ചെയ്യണം. താങ്ക്സ് അലോട്ട്. സൂപ്പറായിട്ട് ആക്ട് എല്ലാം ചെയ്തു. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചിരിച്ചു. ബോറടിപ്പിക്കാതെ ത്രൂ ഔട്ട് മസ്റ്റ് വാച്ച്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ആ സോങ് എല്ലാം അടിപൊളിയായിരുന്നു. സിനിമയിൽ ഹി ഈസ് ഡൺ വണ്ടർഫുൾ. ആക്ച്വലി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ബാസിയുടെ ഒരു ക്യാരക്ടർ വളരെ സട്ടിലായിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അല്ല ടുവേർഡ്സ് ദ എൻഡ്. സോ ഹി ഈസ് ഡൺ വണ്ടർഫുൾ. അത് നമുക്കൊരു ത്രില്ല്, എല്ലാം നല്ല ത്രില്ലായിട്ടുള്ള നല്ലൊരു പടമാണ്, നല്ല കണ്ടൻറ്റാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്, ഒരു ബോറടിയും തോന്നിയില്ല. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്, അടിപൊളി. ബാസി തകർത്ത്, എല്ലാവരും തകർത്ത്. നന്നായി സന്തോഷമായി കാണാൻ പുറത്തുവരായിരുന്നു. മൊത്തം ചിരി മാത്രമേ ഉള്ളൂ, പിന്നെ ഇടി മാത്രമേ. നല്ല സിനിമയാണ്, നല്ലൊരു പ്ലോട്ടാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നോർമൽ ഒരു ജയിൽ ബ്രേക്കിംഗ് മൂവി അല്ല, നല്ലൊരു മൂവിയാണ്. അടിപൊളി പടം, നൈസ് പടം. ശ്രീനാഥ് വാസി പൊളിച്ച്, നൈസ് അടിപൊളി മൂവിയാണ്. എല്ലാവരും വന്ന് നല്ലൊരു സ്റ്റോറിയാണ്. സൂപ്പർ മൂവിയാണ്. ശ്രീനാഥ് വാസി, വാണി വിശ്വനാഥ് തകർത്താടിയിട്ടുണ്ട്. ക്ലൈമാക്സ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ്. സൂപ്പർ സാധനം. ബാസിക്ക് ഇപ്പോൾ വേണ്ട ഒരു സാധനമാണ്. സാഗർ ഇതിൻ്റെ സ്റ്റോറി, സാഗറേട്ടനായാലും ജോ ഡയറക്ടറായാലും തകർത്താടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സിനിമയാണ്. സൂപ്പർ, എല്ലാവരും കാണണം, മസ്റ്റ് വാച്ചബിളാണ്. താങ്ക് യു. വണ്ടർഫുൾ. ആക്ച്വലി യുനോ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആദ്യം നമ്മൾ രവീനയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഒരു ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ ആസാദിന്ന് കാണുമ്പോൾ രവീനയും ബാസിനെയും കാണിക്കുമ്പം വിചാരിക്കുന്ന ഒരു സ്റ്റോറിയേ അല്ല ഈ സിനിമ. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിരുന്നു. ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പം നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷേ പിന്നെ കഥ മാറും. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ലതായിരുന്നു. നീരജ്, ബാസി ആണെങ്കിലും അതുപോലെ PG രവി സാറ്, ലാൽ സാറ്, ബാക്കി ഓൾ കാസ്റ്റ്. കൺഗ്രാറ്റ്സ് ടു ദ ഡയറക്ടർ, കൺഗ്രാറ്റ്സ് ടു റവീന, അതുപോലെ എല്ലാ ആക്ടേഴ്സിനും. തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. സസ്പെൻസാണ്. ആദ്യം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളേ അല്ല, അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. സോ അടിപൊളി പടം.